ഞങ്ങളുടെ ബ്രാഞ്ചുകൾ തൃശൂർ, വടക്കഞ്ചേരി, ആലത്തൂർ, അത്തിപ്പറ്റ, ഒറ്റപ്പാലം, പട്ടാമ്പി. ന്യൂ ബ്രാഞ്ച് ഓപ്പണിംഗ് ഷോർട്ട്ലി ഇൻ പാലക്കാട്. നാടിന് നാണക്കേടായി പഴയ കൊച്ചിൻ പാലം. മാറുമോ ഈ ദുരവസ്ഥ? മലബാറിനെയും കൊച്ചി രാജ്യത്തെയും തമ്മിൽ ബന്ധിപ്പിച്ച് തങ്ങളുടെ വ്യാപാരം സുഗമമാക്കുന്നതിന് ബ്രിട്ടീഷുകാർ പണിത പഴയ കൊച്ചിൻ പാലം. 1.25 നൂറ്റാണ്ടിന്റെ നന്മയുടെയും നെറികേടിന്റെയും ഒക്കെ കഥ പറയാനുണ്ട് ഈ പാലത്തിന്. എത്ര തലമുറകൾ ചവിട്ടി നടന്ന പാലം, വിവിധ ഇനം വാഹനങ്ങളുടെ ചക്രം പതിഞ്ഞ പാലം, കുതിരവണ്ടിയും സൈക്കിൾ വണ്ടിയും സവാരി നടത്തിയിരുന്ന പഴയ കൊച്ചിൻ പാലം ഓർമ്മയുടെ തിരുശേഷിപ്പായി മറവിയുടെ മാറാല കൊണ്ട് മൂടപ്പെടാതെ ഇന്നും അവശേഷിക്കുന്ന പാലത്തിന്റെ ഭാഗങ്ങൾ. പഴയ തലമുറ മാറി പുതിയ തലമുറ വന്നു, പഴയ പാലം മാറി പുതിയതും. പക്ഷേ ചരിത്രമുറങ്ങുന്ന കൊച്ചിൻ പാലത്തെ സംരക്ഷിക്കാനുള്ള ബാധ്യതയും ഉത്തരവാദിത്തവും ഭരണകൂടവും നമ്മളും പാടെ മറന്നു. പഴയ പാലത്തിൽ പൊളിയാതെ അവശേഷിച്ച ഭാഗങ്ങളിലെ തൂണുകൾ ബലപ്പെടുത്തി അവയിൽ ഇരിപ്പിടങ്ങളൊരുക്കി ഉദയവും അസ്തമയവും ദർശിക്കാനുള്ള സൗകര്യം, അടുത്തു തന്നെ ഒഴിഞ്ഞുകിടക്കുന്ന പൂന്തോട്ടം, വെളിപ്പാടകലെ മഹാരഥനായ വള്ളത്തോളിൻ്റെ ഗൃഹവും പഴയ കലാമണ്ഡലവും, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ ചികിത്സയ്ക്കെത്തുന്ന പഞ്ചകർമ്മ ആയുർവേദ ഗവേഷണ കേന്ദ്രം, ഇവയെല്ലാം കൂട്ടിയിണക്കിക്കൊണ്ടുള്ള വിപുലമായൊരു ടൂറിസം പദ്ധതി. ഇത്തരം വാഗ്ദാനങ്ങൾ കേട്ട് ജനം ഉൾപ്പുളകിതരായി. പക്ഷെ ഒന്നും നടന്നില്ല. എല്ലാം സ്വപ്നങ്ങൾ മാത്രമായി മാറി. പഴയ പാലത്തിൻ്റെ പ്രധാന ഭാഗങ്ങളെല്ലാം ഇത്തവണത്തെ കാലവർഷത്തിൽ പുഴയെടുത്തു. അവശേഷിക്കുന്ന ഭാഗങ്ങൾ അനാസ്ഥയുടെ ബാക്കി പത്രമായി. ഇളകിയാടുന്ന മുൻവശത്തെ പല്ലുപോലെ നാടിന് നാണക്കേടായി ഇന്നും നിലനിൽക്കുന്നു. ഓരോ വർഷത്തിലും നിളയ്ക്ക് തർപ്പണം ചെയ്യാനായി കുറച്ചുകാലം കൂടി ഇത് നിലനിൽക്കും.